എല്ലാ വ്യൂസിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മുകളിൽ ക്ലാസിക് 350, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 സിംഗിൾ ചാനൽ ABS വരുന്ന മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ മെമ്പർ ആവുക. ഞാൻ ഡെയിലി പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ ടൂ വീലേഴ്സിൻ്റെയും, സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, എല്ലാ ടൂ വീലേഴ്സിൻ്റെയും വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി പുതിയതായിട്ട് വരുന്നതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലുള്ള G2, അതായത് അന്ന് ആ ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മോട്ടോർ സൈക്കിളായിരുന്നു. G2 എന്ന മോഡലിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയ മോഡലാണ് ക്ലാസിക് 350 എന്ന് പറയുന്നത് ഈ മോഡൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് 2023 തുടങ്ങി അതിൻ്റെ എൻജിൻ അതുപോലെ തന്നെ ചേസസിലെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മോഡലിനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വാഹനത്തിന് ഒട്ടും തന്നെ വൈബ്രേഷൻ ഉണ്ടായിരുന്നില്ല. ഹാൻഡിൽ ബാർ, അതെ, നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ പഴയതിനേക്കാളും കുറച്ചുകൂടി വൈഡർ ആയിട്ടുണ്ട്. ക്ലച്ച് കുറച്ചുകൂടി ലൈറ്റ് ക്ലച്ചാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ J1 സീരീസ് എഞ്ചിനാണ്. വളരെ സ്മൂത്താണ്, വളരെ കംഫർട്ടബിളാണ്, ഒട്ടും തന്നെ വൈബ്രേഷൻ ഇല്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചേസസ് ചേഞ്ച് ആയിട്ടുണ്ട്. ട്വിൻ ഡൗൺ ട്യൂബ് ചേസസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ചേസിൻ്റെ അകത്ത് എഞ്ചിൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈബ്രേഷൻ ഇല്ലാതെയും വളരെ കംഫർട്ടായിട്ടും അതുപോലെ തന്നെ സേഫായിട്ടും വളരെ സ്പോർട്ടി ആയിട്ട്, എന്നാൽ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്താൽ പോലും നമുക്ക് ഒട്ടും തന്നെ ക്ഷീണം അറിയത്തില്ല. പിന്നെ അതിൻ്റെ റൈഡിങ് പൊസിഷനും മാറിയിട്ടുണ്ട്. പുതിയ മോഡൽ വരുമ്പോൾ കുറച്ചുകൂടി നിവർന്നിരുന്ന്, വൈഡായിട്ടുള്ള ഹാൻഡിലാണ്, നമുക്ക് നിവർന്നിരിക്കാനും പറ്റുന്നുണ്ട്. അതുകൂടാതെ സീറ്റ് ഇപ്പോൾ ക്ലാസിക് 350 നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് നല്ലപോലെ തൈ സപ്പോർട്ടും നമ്മുടെ സീറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോങ് ട്രിപ്പ് എന്നല്ല പറയണ്ടേ, മണിക്കൂറുകളോളം നിങ്ങൾ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ പുതിയ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 സിംഗിൾ ചാനൽ ABS മോഡലിന് യാതൊരു യാത്രാക്ഷീണവും നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫുൾ 100% ബോഡി ഫുൾ മെറ്റലാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പരിപാടിയെ കമ്പനിക്കില്ല. അപ്പോൾ ഫുൾ മെറ്റൽ ആയിട്ടുള്ളൊരു വെഹിക്കിളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ മോഡലിന് ഓൺ റോഡ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ചാനൽ ABS മോഡൽ ഏകദേശം 233 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹൈൻ്റെ മുകളിൽ ഫുൾ ക്രോം ഡ്യുവൽ ചാനൽ ABS ഒക്കെ വരുമ്പോൾ ഏകദേശം 282 അടുത്താണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. 2018 വർഷത്തിൽ ക്ലാസിക് 350 ഗൺമെറ്റൽ ഗ്രേ എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് വണ്ടിയുടെ വൈബ്രേഷൻ കാരണം വണ്ടി സെക്കൻഡ് ഹാൻഡ് വിറ്റിട്ട് ഞാൻ ഒരു സ്കൂട്ടർ എടുത്ത ഒരാളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ വണ്ടിയും ഈ വണ്ടിയും ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഒരുപാട് വ്യത്യാസം, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അന്നത്തെ കാലത്താണ് ഈ വണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഈ വണ്ടിയായിരിക്കും ഓടിച്ചു നടക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളറ്റ് ഓണറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള റിവ്യൂ ആണ്. പിന്നെ അത് കൂടാതെ പണ്ടത്തെ മോഡൽ ബുള്ളറ്റൊന്നും അല്ല ഇപ്പോൾ, ആ ലുക്ക് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ വലിയച്ചന്മാരും പാപ്പന്മാരും ഓടിക്കുന്ന വണ്ടിയൊന്നും അല്ല. ഇപ്പോൾ ഒത്തിരി യങ്സ്റ്റേഴ്സ് ബുള്ളറ്റ് എടുക്കുന്നുണ്ട്, അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു ബുള്ളറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു 350cc വണ്ടി എടുക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ഈ റിവ്യൂ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. മിറേഴ്സ് എല്ലാം തന്നെ ഫുൾ ക്രോം ആയിട്ടുള്ള മിററാണ്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ നല്ല ക്രോം ആയിട്ടുള്ള മിറേഴ്സാണ് വാഹനത്തിന് കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ കൺവീനിയൻസിനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു USB പോർട്ടും വാഹനത്തിന് നൽകുന്നുണ്ട്. ഇത് പുതിയ മോഡൽ മാത്രം വന്ന അപ്ഡേറ്റ് ആണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ലിവേഴ്സ്, ക്ലച്ച് ആയിക്കോട്ടെ ബ്രേക്ക് ലിവർ ആയിക്കോട്ടെ, എല്ലാം തന്നെ മെറ്റലാണ്, ഫുൾ മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി വാഹനങ്ങൾക്കെല്ലാം തന്നെ അവർ പ്ലാസ്റ്റിക്കിൽ ജസ്റ്റ് കോട്ടിങ് ആയിരിക്കും കൊടുക്കുക, പക്ഷേ ഇതിന് മെറ്റലാണ്. ബാറിൻ്റെ എൻഡ്, ഹാൻഡിൽ ബാറിൻ്റെ എൻഡും ഫുൾ മെറ്റലായിട്ടുള്ള ക്രോം ആയിട്ടുള്ളൊരു എൻഡാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് തൊട്ട് മുകളിലായിട്ട് പൈലറ്റ് ലാംപ്സ് നൽകിയിട്ടുണ്ട്. പൈലറ്റ് ലാംപ്സിന് ചുറ്റും നല്ലൊരു അടിപൊളി ക്രോമിൻ്റെ ഓർണമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പൈലറ്റ് ലാംപ്സ് ഹാലജൻ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ കളർ പ്രകാശമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം LED ബൾബ് യൂസ് ചെയ്യുന്നില്ലെന്ന് ഒരുപാട് ആളുകൾ റിവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. ഇതിന് മുമ്പത്തെ വണ്ടിയുടെ ഞാൻ ബുള്ളറ്റ് 350 ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു. പക്ഷേ ഹാലജൻ ബൾബാണ് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഞാൻ സൈഡ് ലുക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെടാൻ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 41 mm ഉള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ കവേർഡാണ് സസ്പെൻഷൻ, റബ്ബറല്ല മെറ്റലിൻ്റെ തന്നെ കവറിങ് ആണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. 130 mm ആണ് സസ്പെൻഷൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത്. 130 mm സസ്പെൻഷൻ വർക്ക് ചെയ്യും. അപ്പോൾ അത്യാവശ്യം എത്ര വലിയ കുഴി ചാടിയാൽ പോലും നമുക്ക് വലുതായിട്ട് വണ്ടി ഷോക്ക് അടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നമുക്കൊരു ഡാമേജ് ഉണ്ടാവുകയോ ഒന്നും
പറ്റത്തില്ല. ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100, 90, 19 ട്യൂബ്ഡ് ടയറാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സ്പോക്ക് വീൽസ് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബൈബ്രയുടെ ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സിംഗിൾ ചാനൽ ABS വാഹനം തരുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ മൗണ്ട് തന്നെ 3 മൗണ്ടിങ് ആണ് കണ്ടു. ഇതാണ് 3ാമത്തെ മൗണ്ടിങ് തന്നെ. ഫുൾ മെറ്റൽ ആയിട്ടുള്ള മഡ് ഗാർഡ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വാഹനത്തിൻ്റെ ടയർ സ്പെക്ക് വരുന്നത് 100, 90, 19 ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫ്രണ്ട് മഡ് ഗാർഡ്. ഗ്ലോസി ബ്ലാക്ക് കളറിനാണ് മഡ് ഗാർഡ് വരുന്നത്. ഫുൾ മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടയറിൻ്റെ പാറ്റേൺ കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ടയറിൻ്റെ പാറ്റേൺ വരുന്നത്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ടയർ തന്നെയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ടയർ വരുന്നത്. ഇപ്പോഴും സ്പോക്ക് വീല് തന്നെയാണ് വാഹനത്തിന് നൽകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല സ്പോക്ക് വീൽ വരുന്നത്. അലോയ് വീലിനേക്കാളും യാത്രാസുഖം കൂടുതൽ സ്പോക്ക് വീലിനാണ്. അതുകൊണ്ടാണ് സ്പോക്ക് വീൽ ഇപ്പോഴും നൽകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ തന്നെ അലോയ് വീല് മാറ്റിയിടാവുന്നതാണ്. ഇതാണ് വാഹനത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് ലുക്ക് വരുന്നത്. എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണ്ടേ. വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. ആകെ വീൽ ബേസ് 1390 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. 170 mm എന്ന് പറഞ്ഞ ഒരു ഭാരിച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ. അത്യാവശ്യം എത്ര മോശം റോഡിൽ പോയാൽ പോലും അടിയിടിക്കുക, അണ്ടർ ബോഡി ഡാമേജോ എഞ്ചിൻ കേസ് ഡാമേജോ ഒന്നും നമ്മുടെ വണ്ടിക്ക് വരില്ല. ആകെ വെയിറ്റ് വരുന്നത് 195 kg ആണ് പുതിയ മോഡൽ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് വിത്ത് ഫ്യൂല്. അപ്പോൾ ഇത് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ കളർ കൂടാതെ ഏകദേശം 12ഓളം കളർ വേരിയൻസ് നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് സിംഗിൾ ചാനൽ ABS പറഞ്ഞ ക്ലാസ് 350 വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക്. ആ സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു ഫ്യൂൽ ടാങ്ക് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ കപ്പാസിറ്റി 13 ലിറ്ററാണ് നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. റിസർവ് 2 ലിറ്റർ വരും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ സെമി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് വരുന്നത്. ഫുൾ ഇപ്പോൾ കീ ബട്ടൺ ആയാലും ബാഡ്ജിങ്ങിലായാലും മീറ്ററിന് ചുറ്റും ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാവുന്ന ഇതിൽ കുറച്ച് MID ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്സൈഡ് ടൈം, ഓഡോമീറ്റർ, പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2 എല്ലാം തന്നെ നമുക്ക് ആ സൈഡിലെ സ്വിച്ചിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. USB പോർട്ട് താഴെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഹാൻഡിലിൻ്റെ ബാർ എൻഡ് വരുന്നത്. ഫുൾ ക്രോമാണ് ബാർ എൻഡിലും കൊടുത്തിരിക്കുന്നത്. റബ്ബറിൻ്റെ ഗ്രിപ്പ് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ റോട്ടറി സ്വിച്ചസ് ആണ്. അത് പഴയ മോഡൽ ബുള്ളറ്റ് വരുന്ന സെയിം ടു സെയിം റോട്ടറി സ്വിച്ചസ് തന്നെയാണ് ഇപ്പോഴും പുതിയ മോഡലും വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും 4 ഇൻഡിക്കേറ്റേഴ്സും ഒരുമിച്ച് പ്രകാശിക്കാനുള്ള ഹസാർഡ് ലൈറ്റും നമ്മുടെ വാഹനത്തിന് വരുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ J സീരീസ് എഞ്ചിനാണ്. J1 സീരീസ് എന്നാണ് അതിൻ്റെ പേര് വരിക. 349 cc വരും. പവർ 20 bhp പവർ കിട്ടുന്നുണ്ട്. ടോർക്ക് 27 Nm ആണ്. ടോപ്പ് സ്പീഡ് നമുക്ക് 120 km ടോപ്പ് സ്പീഡ് കിട്ടും. 0 നിന്ന് 100 എത്താനായിട്ട് വെറും 16 സെക്കൻഡ് മാത്രം മതി. J1 സീരീസ് എന്ന് പറഞ്ഞാൽ കിഡിലിനൊരു എഞ്ചിൻ തന്നെയാണ് കേട്ടോ. ഒട്ടും വൈബ്രേഷൻ ഇല്ല. വളരെ പവർഫുള്ളാണ്. വളരെ സ്മൂത്താണ്. എന്താ പറയുക, നിങ്ങളൊന്ന് ഷോറൂമിൽ പോയി അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ അതിൻ്റെ ഫീൽ അറിയാൻ പറ്റുള്ളൂ. ട്രാൻസ്മിഷൻ ഇപ്പോഴും ആ 6 സ്പീഡ് ട്രാൻസ്മിഷൻ തന്നെയാണ്. വെറ്റ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്ലച്ച് ലിവർ വളരെ ലൈറ്റാണ്. ഗിയർ ചേഞ്ചിങ് ഒക്കെ വളരെ കംഫർട്ടബിളാണ്. വളരെ ഹാൻഡിയാണ്. വളരെ സ്മൂത്താണ് തന്നെ പറയാം. പിന്നെ വാഹനത്തിൻ്റെ 4 സൈഡിലും ഒരേപോലത്തെ ഫുട് റെസ്റ്റ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ടു സെയിം ഫുട് റെസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് വാഹനത്തിന് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവത്തുള്ളൂ. സാരി ഗാർഡ് വരുന്നുണ്ട്. പക്ഷേ സാരി ഗാർഡിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ഫുട് റെസ്റ്റ് കൂടെ വരുന്നുണ്ട്. കാരണം പുതിയ മോഡൽ വണ്ടികൾക്ക് അത് വരുന്നില്ല. ബാക്കിലെ സസ്പെൻഷനും എടുത്തു പറയാവുന്നൊരു കാര്യം തന്നെയാണ്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് സസ്പെൻഷൻ വന്നത് 6 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ട്വിൻ ട്യൂബ് സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ്. അതുകൂടാതെ നമുക്ക് ഈ സസ്പെൻഷൻ്റെ ടെൻഷൻ, ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ 6 പോയിൻറ്റ് നമുക്ക് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കാണിക്കണം. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന റോഡ്, നമ്മൾ ഡെയിലി പോകുന്ന റോഡ് ഹാർഡാണെങ്കിൽ ആ സ്പ്രിങ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് നടക്കാൻ പറ്റും. ഫ്രണ്ട് ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫൈബർ മെറ്റീരിയലുള്ള ചെയിൻ കവർ നമുക്ക് ഈ വണ്ടിയുടെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് ഒന്ന് നോക്കാം. റൗണ്ട് ഷേപ്പിൽ കുറച്ച് ലോവർ ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ് വാഹനത്തിന് വരുന്നത്. ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ റൗണ്ടിലുള്ള യെല്ലോ ബൾബുകൾ യൂസ് ചെയ്തിട്ടുള്ള ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും. ക്ലാസിക് 350 നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ലഭിക്കുന്നുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ള സീറ്റാണ്. ഇൻഡിവിജ്വൽ ആണെങ്കിലും സീറ്റിന് നല്ല വലിപ്പമുണ്ട്, വീതിയുമുണ്ട്. അതുകൂടാതെ നിങ്ങൾ സീറ്റ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സീറ്റിന് തൈ സപ്പോർട്ടും കൂടുതലാണ്. നല്ലപോലെ തൈ സപ്പോർട്ടാണ്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒത്തിരി ലോങ് റൈഡിന് ഇത് ഉപയോഗിക്കാം. ഒട്ടും കാല് വേനെടുക്കുകയോ ബാക്ക് വേനെടുക്കുകയോ ചൂടാവുകയോ ഒന്നും ഉണ്ടാവത്തില്ല. സീറ്റിന് ഹൈറ്റ് വരുന്നത് 805 mm ആണ്. അത്യാവശ്യം ഒരു 5 അടി പൊക്കമുള്ള ആൾക്കാർക്ക് പോലും വണ്ടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. പിന്നെ നമ്മുടെ വണ്ടിയുടെ സൈലൻസർ എന്ന് പറഞ്ഞാൽ ഫുൾ ക്രോം പ്ലേറ്റഡ് ആണ്. 2 ഷീൽഡ് വരുന്നുണ്ടെങ്കിലും ഫുള്ളി ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള സൈലൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്ക് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ബാക്ക് വീലും നമുക്ക് സ്പോക്ക് വീൽസ് തന്നെയാണ് തരുന്നത്. പക്ഷേ ബാക്കിലെ ടയർ കുറേ കൂടി വീതിയുള്ള ടയറാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കംഫർട്ടിനായിട്ട് ബാക്ക് സൈഡും സസ്പെൻഷൻ 6 പോയിൻറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. സ്പോക്ക് വീൽസ് തന്നെ ബാക്ക് സൈഡിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ടയറിനെ കുറിച്ച് പറഞ്ഞു തരാണെങ്കിൽ ടയർ C8-ൻ്റെ ടയറാണ് വരുന്നത്. 120/80/18 ടയറിൻ്റെ സൈസ് വരുന്നത്. ട്യൂബ്ഡ് ടയർ തന്നെയാണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 153 mm വരുന്ന ഡ്രം ബ്രേക്സ് ആണ് ബാക്ക് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടയർ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 120/80/18 നമ്മുടെ വാഹനത്തിന് വരുന്നത്. പിന്നെ എടുത്ത് പറയാമെന്നൊരു കാരണം വെച്ചാൽ വാഹനത്തിന് J സീരീസ് എഞ്ചിനായ പിന്നെ കിക്കർ അവൈലബിൾ ഉള്ള കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടും എക്സോസ്റ്റിൻ്റെ സൗണ്ടും ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. ആ ക്ലാസിക് ആയിട്ടുള്ള ബുള്ളറ്റിൻ്റെ ആ എൻജിൻ സൗണ്ടാണ് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കൈ ഹാൻഡിൽ ബാറിൽ വെച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം വൈബ്രേഷനുള്ള വണ്ടിയിലാണെങ്കിൽ നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ ആ കൈ വറക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഹാൻഡിൽ ബാർ പോലും വറക്കുന്നില്ല. സെൻറ്റർ സ്റ്റാൻഡിലിട്ട് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. എൻ്റെ കൈയാണ് ഈ കാണുന്നത്. ഒട്ടും വൈബ്രേഷനിൽ തന്നെ പറയാം. അപ്പോൾ 350 cc ഒരു വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ക്ലാസിക് 350 നല്ലൊരു ചോയ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരെ കാണാം. ബൈ ബൈ.